വചനമൊഴി മംഗളവാർത്താക്കാലം 4-ാം ഞായർ. വചനഭാഗം പുറപ്പാട് 34:1-9, സക്കറിയ 2:7-13, വെളിപാട് 21:1-7, മത്തായിയുടെ സുവിശേഷം 1:18-25. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോയുടെ പിറവി തിരുനാൾ ആചരിക്കുന്നതിന് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നാം എത്തിയിരിക്കുകയാണ്. ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തിനായി മനുഷ്യകുലത്തെ ഒരുക്കിക്കൊണ്ടുവരുന്ന സംഭവങ്ങളാണ് ഈ ആഴ്ചകളിലെ വചനഭാഗങ്ങളിലെല്ലാം നാം ധ്യാനിച്ചിരുന്നത്. ഇന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് യൗസേപ്പ് പിതാവിന് ലഭിക്കുന്ന ദർശനമാണ് നാം ശ്രവിക്കുന്നത്. ഈശോയെ സ്വീകരിക്കുന്നതിനായി വിശുദ്ധ യൗസേപ്പിനെ ഒരുക്കുന്നതാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തിന്റെ പ്രത്യേകമായ കൃപയാൽ ജനിക്കുന്ന പലരുടെയും ജനനത്തെക്കുറിച്ചുള്ള വിവരണമുണ്ട്. ഇസഹാക്കും സാമുവേലും സ്നാപയോഹനാനുമെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. ഈശോയുടെ ജനനം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണെന്നും അത് എപ്രകാരം സംഭവിച്ചു എന്നുമാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിന് മാലാഖ നൽകുന്ന സന്ദേശത്തിലൂടെ സുവിശേഷകൻ നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ പ്രഘോഷണം. ഇതിനു മുൻപുള്ള വചനങ്ങളുമായി, അതായത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വചനങ്ങളുമായി ബന്ധപ്പെടുത്തി വേണം ഈ വചനഭാഗം വ്യാഖ്യാനിക്കുവാൻ. ഈശോ മിശിഹായുടെ വംശാവലിയാണ് അവിടെ വിവരിക്കുന്നത്. ബൈബിളിന്റെ മലയാള വിവർത്തനങ്ങളിൽ ഈശോയുടെ വംശാവലി കാണുന്നത് അബ്രാഹാം ഇസഹാക്കിന്റെ പിതാവായിരുന്നു, ഇസഹാക്ക് യാക്കോബിന്റെയും യാക്കോബ് യൂദായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു എന്ന വിധത്തിലാണ്. എന്നാൽ സുവിശേഷം എഴുതിയ ഗ്രീക്ക് ഭാഷയുടെ കൃത്യമായ വിവർത്തനം നടത്തുകയാണെങ്കിൽ അബ്രാഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യൂദായെയും സഹോദരന്മാരെയും ജനിപ്പിച്ചു എന്ന വിധത്തിലാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ വംശാവലി വിവരണത്തിൽ മുഴുവൻ പിതാക്കന്മാർ മക്കളെ ജനിപ്പിച്ചു എന്ന് വിവരിച്ചു വന്നതിന് ശേഷം ഈശോയുടെ കാര്യം പറയുമ്പോൾ അവൻ ജനിച്ചു എന്നാണ് ഗ്രന്ഥകർത്താവ് എഴുതിയിരിക്കുന്നത്. ബാക്കി എല്ലാവരെയും പിതാക്കന്മാർ ജനിപ്പിച്ചു എന്ന് എഴുതിയതിനു ശേഷം ഈശോയുടെ കാര്യം മാത്രം ജനിച്ചു എന്ന് എഴുതിക്കൊണ്ട് ഈശോയുടെ ജനനത്തിലുള്ള അസാധാരണത്വം ഗ്രന്ഥകർത്താവ് എടുത്തു കാണിക്കുകയാണ്. തുടർന്ന് യൗസേപ്പ് പിതാവിനുണ്ടാകുന്ന ദർശനം വിവരിച്ചുകൊണ്ട് ഈ അസാധാരണത്വം എങ്ങനെ സംഭവിച്ചു എന്ന് വ്യക്തമാക്കുകയാണ്. അതിലൂടെ മിശിഹായുടെ ദൗത്യവും വ്യക്തിത്വവും എന്താണെന്നും വ്യക്തമാക്കപ്പെടുന്നുണ്ട്. യൗസേപ്പിനെ പോലെ മറിയത്തെയും ഉണ്ണിയെയും സ്വീകരിക്കാൻ നമ്മെ ഒരുക്കുകയാണ് സുവിശേഷകൻ ഇന്നത്തെ വചനഭാഗത്തിലൂടെ ചെയ്യുന്നത്. മിശിഹ ആരാണെന്നും അവന്റെ ദൗത്യം എന്താണെന്നുമാണ് അവനായി നിർദ്ദേശിക്കപ്പെടുന്ന പേരുകളിലൂടെ ഗ്രന്ഥകർത്താവ് വ്യക്തമാക്കുന്നത്. വിശുദ്ധ യൗസേപ്പിനോട് മാലാഖ പറയുന്നത് മറിയത്തിന് ജനിക്കുന്ന കുഞ്ഞിന് ഈശോ രക്ഷകൻ എന്ന് പേര് നൽകാനാണ്. കാരണം അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാരൂപിയാലാണ്. സുറിയാനി അഥവാ അറമായ ഭാഷയിലാണ് ഈശോ എന്ന പേര് ഉപയോഗിക്കുന്നത്. സുവിശേഷം എഴുതപ്പെട്ട ഗ്രീക്ക് ഭാഷയിൽ യേസൂസ് എന്നാണ് ഈ പേര്. യശുവ എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ ഈ പേര്. യശുവ എന്ന ഹീബ്രു പേരിന് സമാനമായി പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് യഹോശുവ എന്നായിരുന്നു. മോശയുടെ പിൻഗാമിയായി ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിച്ചത് യഹോശുവ ആയിരുന്നു. അതാണ് ജോഷുവ എന്ന് മലയാള വിവർത്തനങ്ങളിൽ കാണുന്നത്. ജോഷുവ അഥവാ യഹോശുവ എന്ന പേരിന്റെ അർത്ഥം കർത്താവ് രക്ഷിക്കുന്നു എന്നാണ്. ആ പേര് മറിയത്തിന്റെ മകന് നൽകുമ്പോൾ അത് യശുവ എന്നായി മാറി. യശുവ എന്ന ഹീബ്രു പേരിന്റെ അർത്ഥം അവൻ രക്ഷിക്കുമെന്നാണ്. യഹോശുവ യശുവ ആയി മാറുന്നതിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നത് പഴയ നിയമത്തിൽ രക്ഷ നൽകിയിരുന്ന യഹോവയുടെ ദൗത്യം തന്നെയാണ് മറിയത്തിൽ നിന്ന് പിറക്കുന്ന ശിശുവിനും ചെയ്യാനുള്ളത് എന്നാണ്. പിറക്കാനിരിക്കുന്ന ശിശുവിന്റെ ദൗത്യമാണ് ഈശോ എന്ന പേരിലൂടെ വെളിപ്പെടുത്തപ്പെട്ടത്. അവൻ തന്റെ ജനത്തെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കും. അതേസമയം അവൻ അറിയപ്പെടുന്നത് ഇമ്മാനുവേൽ,
ദൈവം നമ്മോടുകൂടെ എന്നാണ്. ഈശോ എന്ന പേര് ശിശുവിന്റെ ദൗത്യം വെളിപ്പെടുത്തുമ്പോൾ ഇമ്മാനുവേൽ എന്നത് അവൻ ആരാണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ്. അവൻ ദൈവമാണ്. ദൈവിക ദൗത്യം നിർവഹിക്കാൻ ദൈവം മനുഷ്യനായി മനുഷ്യരുടെ ഇടയിൽ അവതരിച്ചപ്പോൾ അവന് ഈശോ എന്ന് പേര് നൽകി. മനുഷ്യനായി അവതരിച്ചവൻ ദൈവമായിരുന്നതുകൊണ്ട് ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെട്ടു. അങ്ങനെ മറിയത്തിനു പിറക്കാനിരിക്കുന്നവൻ ദൈവവും മനുഷ്യനുമാണെന്ന് തിരുവചനം വെളിപ്പെടുത്തുന്നു. ദൈവമായവൻ മനുഷ്യനായി അവതരിക്കുന്നത് പുരുഷേച്ഛയിൽ നിന്നല്ല, മറിച്ച് സകലവും സൃഷ്ടിച്ച വചനം തന്നെ മറിയത്തിൽ ഉരുവായിരിക്കുന്നുവെന്ന് മാലാഖ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് തിരുവചനത്തിൽ വംശാവലി വിവരണത്തിൽ മറ്റെല്ലാ വ്യക്തികളും മനുഷ്യരായ പിതാക്കന്മാരാൽ ജനിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈശോ ജനിച്ചു എന്ന് പറയുന്നത്. ഇന്നത്തെ പഴയ നിയമ പ്രഘോഷണങ്ങളും കൂടെയായിരിക്കുന്ന രക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്, ഇമ്മാനുവേൽ ആയ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. പുറപ്പാട് പുസ്തകം 34 അധ്യായം 1 മുതൽ 9 വരെയുള്ള വചനങ്ങളിൽ കാണുന്നത് സീനായ് മലയിൽ ദൈവം ഇറങ്ങി വന്ന് അവരുടെ അടുക്കലായിരിക്കുന്നതും കർത്താവ് എന്ന തന്റെ നാമം പ്രഖ്യാപിക്കുന്നതും ഇസ്രായേലിന്റെ ദൈവം എപ്രകാരമുള്ള ദൈവമാണ് എന്ന് വെളിപ്പെടുത്തുന്നതുമാണ്. അവിടുന്ന് കാരുണ്യവാനും നീതിമാനുമാണ്. അവിടുത്തെ നീതി കാരുണ്യത്തിൽ ഉൾച്ചേർന്നതാണ്. സക്രിയയുടെ പുസ്തകത്തിൽ നിന്നുമുള്ള പ്രഘോഷണത്തിലും ബാബിലോൺ അടിമത്തത്തിലായിരിക്കുന്ന യഹൂദ ജനത്തെ രക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള കർത്താവിന്റെ ഇടപെടലും അവിടുന്ന് നൽകുന്ന രക്ഷയെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. ഇസ്രായേലിന്റെ ശിക്ഷയുടെ നാളുകൾ അവസാനിച്ചെന്നും രക്ഷയുടെ കിരണം വീശിത്തുടങ്ങിയെന്നും സൂചിപ്പിക്കുന്ന 7 ദർശനങ്ങളുടെ വിവരണമാണ് സക്രിയയുടെ പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങളിലുള്ളത്. അതിൽ ഒരു ദർശനമാണ് സക്രിയയുടെ പുസ്തകത്തിൽ നിന്നും ഇന്ന് വായിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ നിന്നുമുള്ള വായനയിൽ കൂടെയായിരിക്കുന്ന ഇമ്മാനുവേൽ ആയ ദൈവത്തെയും സക്രിയയുടെ പുസ്തകത്തിൽ നിന്ന് രക്ഷകനായ ദൈവത്തെയും കാണുവാൻ സാധിക്കും. രക്ഷകനായ ദൈവം മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരൂപത്തിൽ വസിച്ചതാണല്ലോ ക്രിസ്തുമസ്. വെളിപാട് പുസ്തകത്തിൽ നിന്നുമുള്ള പ്രഘോഷണത്തിൽ കാണുന്നതും ദൈവത്തോടുകൂടി ആയിരിക്കുന്നതിനെ കുറിച്ചുള്ള സന്ദേശം തന്നെയാണ്. മിശിഹായുടെ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം തന്നെ അവിടെ വ്യക്തമാക്കുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും. മിശിഹായാൽ രക്ഷിക്കപ്പെടുന്ന മനുഷ്യകുലം ദൈവമക്കൾ എന്ന നിലയിൽ നിത്യവും അവിടുത്തോടുകൂടി ആയിരിക്കും. ആ പ്രത്യാശയാണ് ലേഖനഭാഗം പങ്കുവെക്കുന്നത്. ദൈവത്തിന്റെ മനുഷ്യാവതാരത്തോട് സഹകരിക്കാൻ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളായിരുന്നു യൗസേപ്പും മറിയവും സ്നാപയോഹനാനും സക്രിയായും എലിസബത്തുമെല്ലാം. അവരുടെ സമ്മതത്തോടും സഹകരണത്തോടും കൂടെയാണ് ദൈവം മനുഷ്യനായി പിറക്കുന്നത്. അങ്ങനെ രക്ഷാകര പദ്ധതിയിൽ മറിയത്തിനും യൗസേപ്പിനും യോഹനാനുമൊക്കെ പ്രത്യേക സ്ഥാനവും ഉത്തരവാദിത്വവും ഉണ്ടായി. മിശിഹായുടെ രക്ഷാകര പദ്ധതിയുടെ തുടർച്ച ഇന്ന് സഭയിലൂടെ നടക്കുന്നു. സഭയിലൂടെ മിശിഹ ഇന്നും സന്നിഹിതനാകുന്നു. അതിനുവേണ്ടി അവിടുന്ന് അപ്പമായി മാറുകയും ഇന്നും അൾത്താരകളിൽ അർപ്പിക്കുന്ന അപ്പത്തിൽ അവതരിക്കുകയും ചെയ്യുന്നു. അപ്പമായി അവതരിക്കുന്ന മിശിഹ ഇന്നും അവിടുത്തേക്കായി പ്രവർത്തിക്കാൻ ജോസഫുമാരെയും മേരിമാരെയും യോഹനാന്മാരെയും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്, സമ്മതം ചോദിക്കുന്നുമുണ്ട്. മറിയം ഈശോയെ സ്വീകരിച്ചതുപോലെ യൗസേപ്പ് മറിയത്തിനെയും ശിശുവിനെയും സ്വീകരിച്ചതുപോലെ വിശുദ്ധ കുർബാനയിൽ അവതരിക്കുന്ന മിശിഹായെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ മിശിഹ നമ്മിൽ രൂപമെടുക്കുകയും മിശിഹ നമ്മിലൂടെ ലോകത്തിൽ ജനിക്കുകയും ചെയ്യും. ഈ ക്രിസ്മസ് കാലത്ത് ആ മംഗളവാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. മിശിഹ എന്നിൽ ജനിച്ചിരിക്കുന്നു. മിശിഹ നമ്മിലൂടെ ലോകത്തിൽ ജനിക്കുകയും ചെയ്യും. ഈ ക്രിസ്തുമസ് കാലം മിശിഹ നമ്മിൽ ജനിക്കുന്നതിനും നമ്മിൽ മിശിഹ വളരുന്നതിനുമുള്ള അവസരമായി മാറട്ടെ. അതിനായി ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.